ഇപ്പോൾ നമുക്കിപ്പം നിർമ്മാതാവ് ശ്രീ കെ ടി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. ശ്രീ കെ ടി കുഞ്ഞുമോൻ, വിജയകാന്തിന്റെ മരണവാർത്ത വരുന്ന മണിക്കൂറുകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മളൊക്കെയും ഇപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹവുമായുള്ള ബന്ധം, അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ? ഇത് ഒരു 43 വർഷത്തിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ സിനിമ സംബന്ധമായിട്ട് മദ്രാസിൽ വരുമ്പോൾ മുതൽ എനിക്ക് പരിചയമുണ്ട്. ചെറിയ രീതിയിൽ അദ്ദേഹം പിന്നെ എന്റെ കമ്പനിയിൽ പടം അഭിനയിക്കാൻ വരികയും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. വിജയകാന്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു അഭിനേതാവായിരുന്നു, ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനായിരുന്നു, എല്ലാ രീതിയിലും നന്മകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു. സാധാരണക്കാരുടെ ഒരു നേതാവെന്ന് പറയാം. പൊളിറ്റിക്കലി വന്നതുകൊണ്ട് എല്ലാ ജനങ്ങളോടും ഒത്തുചേർന്ന് പോകാനെ കൊണ്ടും സിനിമയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും 100-150 പടത്തോളം അദ്ദേഹം അതിനെക്കാട്ടി കൂടുതൽ പടം ചെയ്തിട്ടുണ്ട്. ഓരോ സിനിമയിലും വ്യത്യസ്തമായ റോളുകൾ ചെയ്തിട്ടുണ്ട്. അതിലുപരി സിനിമ ഇൻഡസ്ട്രിക്ക് എന്ത് ചെയ്യണം എന്ന അസോസിയേഷനെ സംബന്ധമായാലും ആർട്ടിസ്റ്റുകൾക്കാണേലും മറ്റു സാധാരണ ആൾക്കാർക്കാണേലും നന്മ ചെയ്യാൻ വേണ്ടി വളരെ രീതിയിൽ പ്രയത്നിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഉള്ള അസുഖം കുറെ വർഷങ്ങൾ കൊണ്ട് വന്നു. പിന്നെ പൊളിറ്റിക്കലി വന്നു. ജയലളിതയുമായിട്ട് വളരെ അടുപ്പമുണ്ടായി. പ്രതിപക്ഷ നേതാവായി, ഒരു സാധാരണ ലെവലിൽ നിന്ന് വന്ന് പ്രതിപക്ഷ നേതാവായി, മന്ത്രിസ്ഥാനം വേണ്ട, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയൊക്കെ ആവേണ്ടുന്ന സാഹചര്യം വരെ വന്നതാണ്. പിന്നെ അതോ ചില സാധാരണ പൊളിറ്റിക്കലി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പല അഭിപ്രായ വ്യത്യാസത്തിൽ അതൊന്നും നടന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫാണ് ഇപ്പൊ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിവേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയും മറ്റ് സിനിമാ സംബന്ധമായ എല്ലാ ആൾക്കാർക്ക് വേണ്ടിയും, സാധാരണ മനുഷ്യരുടെ ഒരു തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുതലാളികളുമാരി കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. എനിവേ അദ്ദേഹത്തിന്റെ വേർപാട് സിനിമ ഇൻഡസ്ട്രിക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും വളരെ നഷ്ടമാണ്. അതുപോലെ കേരളത്തിലെ ഫ്ലഡ് വന്നപ്പോൾ അദ്ദേഹം 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അത് തമിഴിൽ നിന്നോ മലയാളിയിൽ നിന്നോ കന്നഡയിൽ നിന്നോ അങ്ങനെയൊന്നും മറ്റ് കാസ്റ്റ് സംബന്ധമായിട്ടോ ഒന്നും ഇല്ലാത്ത ഒരു നല്ല വ്യക്തി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവും. സിനിമയ്ക്ക് വളരെ നഷ്ടമാണ്, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു